എനിക്ക് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടായത്. എനിക്ക് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും 3-ാം മാസത്തെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ കിട്ടൂല എന്ന് വരും പറഞ്ഞു. അതിന് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആകുമെങ്കിലും എനിക്ക് 2 വട്ടം ട്യൂബിലാണ് വന്നു പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും കുറേ അധികം വിഷമിച്ചിരുന്ന അവസ്ഥയായിരുന്നു. 3-ാം മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ആയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ കുട്ടി പോയെന്നാണ് തോന്നണേന്ന് പറഞ്ഞ്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തേച്ചത്. ചെന്ന് കഴിഞ്ഞ് ആദ്യമേ ഹാർട്ട് ബീറ്റ് നോക്കി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അന്ന് തുടങ്ങി 8-ാം മാസം വരെ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എന്നോട് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ പോലും കിടന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് എഴുന്നേക്കാൻ പാടില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കെ പിന്നെ എനിക്ക് ഷുഗറിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ നേരത്തെ അഡ്മിറ്റ് ആണോ എന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കി. പിന്നെ കൊച്ചിന് ഹാർട്ട് ബീറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് മഷിയിടാൻ ചാൻസ് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. രാവിലെ ഡോക്ടറൊന്നും പറഞ്ഞില്ലായിരുന്നു, ഉച്ചയായപ്പോഴായിരുന്നു പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ടെൻഷൻ അടിച്ച് പിന്നെയും പ്രഷറൊക്കെ കൂടി ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞിനെ എനിക്ക് കിട്ടി. പെൺകുട്ടിയാണ്. മാതാവിനോട് 1000 നന്ദി പറഞ്ഞാലും പറ്റൂല. അതേപോലെ തന്നെ കൊച്ചിന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് ഒരു ഇതിന് കുട്ടിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തിക്കും കുഞ്ഞില്ലായിരുന്നു. അങ്ങനെ അവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കും 2 പേർക്കും പെൺകുട്ടികളെ കൊടുത്ത് അനുഗ്രഹിച്ച് മാതാവ്. ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടി ഞങ്ങൾക്ക്. അത് കാരണം മാതാവിനോടും ഈശോനോടും നന്ദി ഞാൻ പറയുന്നു. സങ്കീർത്തനം 121:5. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്ത് ഉണ്ട്. ഒപ്പം തന്നെ സങ്കീർത്തനം 115:12. കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇതാണ് ആ മകളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായത്. നമുക്കൊന്നു ചേർന്ന് ആ മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ